പെരിന്തൽമണ്ണ അമ്മിനിക്കട CPM-ൽ നിന്നും 50ഓളം പേർ കോൺഗ്രസിൽ ചേർന്നു. CPM-ന്റെ മുൻ നഗരസഭാ കൗൺസിലറായിരുന്ന കൃഷ്ണൻകുട്ടിയും കോൺഗ്രസിൽ ചേർന്നു. DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. CPM-ന്റെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന കൃഷ്ണൻകുട്ടി, OP മുസ്തഫ എന്നിവരും അമ്മിനിക്കാട് ഷെഫീഖിന്റെ നേതൃത്വത്തിൽ യുവാക്കളും വനിതകളും അടക്കം 50ഓളം പേർ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസിൽ ചേർന്നവർക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ കാലിക പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്നും അതിനു തെളിവാണ് പെരിന്തൽമണ്ണയിലെ CPM-ൽ നിന്നും ആളുകൾ കൂട്ടമായി കോൺഗ്രസിൽ ചേർന്നതെന്നും VS ജോയ് പറഞ്ഞു. തീർച്ചയായും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കാലിക പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. അത് തിരിച്ചറിഞ്ഞ് കുറേ ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കുന്ന, മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിനെ എതിർത്തിരുന്നവരും കോൺഗ്രസിനെ വെറുത്തിരുന്നവരൊക്കെ കോൺഗ്രസിന്റെ പ്രസക്തി മനസ്സിലാക്കി ഒരുപാട് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമാണ്. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഇപ്പോൾ മുൻ മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടൻ, കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചിരുന്ന മുസ്തഫാക്ക ഉൾപ്പെടെ, അമ്മിനിക്കാട് ഭാഗത്തു നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരുൾപ്പെടെ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ തുടർന്നും കടന്നു വരും. ഏലംകുളം പഞ്ചായത്ത് ഉൾപ്പെടെ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എല്ലാം തൂത്തുവാരിയാണ് ഞങ്ങൾ വിജയിച്ചത്. ആ വിജയത്തിൽ കരുത്തു പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, DCC ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ CK ഹാരിസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ്, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലക്കൽ, സമ്മതമങ്കട KK ബഷീർ, TK സദക്ക തുടങ്ങിയവർ പങ്കെടുത്തു. CPM പാർട്ടിയെ മടുത്തതുകൊണ്ടും തദ്ദേശ സ്ഥാപനങ്ങളിലെ UDF ജനകീയ ഭരണസമിതികളെ ആകർഷിച്ചതുകൊണ്ടുമാണ് പാർട്ടിയിലേക്ക് കൂടുതൽ പേർ കടന്നു വന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലും അതുപോലെ ഏലംകുളത്തൊക്കെ ഉണ്ടായ വിജയം, ഇതുപോലെ കൃഷ്ണേട്ടനെ, തീയാടിയിൽ കൃഷ്ണേട്ടനെ പോലുള്ള ആളുകൾ മുൻ കൗൺസിലർമാരാണ് പാർട്ടിക്ക് സഹായിച്ചത്. സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുമ്പിൽ നിന്നത് ഈ CPM-നെ അവസാനത്തെ ആണിയടിച്ച ആളുകൾ CPM-ൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരൊക്കെ ഈ പാർട്ടിയെ മടുത്തത് കൊണ്ടാണ്. പാർട്ടിയുടെ ദുർഭരണവും പാർട്ടി നേതാക്കന്മാർ ഒരു പിടി ആളുടെ കയ്യിലാണ് ഈ പാർട്ടി. അവരത് ഭരണം കഴിഞ്ഞ 30 വർഷമായി പെരിന്തൽമണ്ണയിലെ ഭരണമൊക്കെ പാർട്ടി നിയന്ത്രിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇന്ന് ജനങ്ങൾ ഒരു ജനകീയ ഭരണം ഇഷ്ടപ്പെട്ടാണ് UDF-നെ ഭരണം തിരിച്ചേൽപ്പിച്ചത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ടീം UDF ആയി ഞങ്ങൾ ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ വിജയം ഇവിടുത്തെ നല്ല യഥാർത്ഥ സഖാക്കൾക്ക് വരെ ഞങ്ങളത് സമർപ്പിച്ചിട്ടുണ്ട്. ആ സഖാക്കളുടെ ഒക്കെ പിന്തുണയാണ് നാളെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൃഷ്ണേട്ടനെ പോലെയുള്ള നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പെരിന്തൽമണ്ണയിലുണ്ട്. അത് വരുന്ന ആളുകൾ, നിങ്ങൾക്ക് പല ആളുകളും പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.